ബാബിലോൺ അടിമത്തത്തിൽ നിന്നും തിരികെ വന്ന് ആലയം പണിയുവാൻ ആരംഭിച്ച യഹൂദജനം, ദേശനിവാസികൾ അതിന് തടസ്സമായി ചില കാരണങ്ങൾ ഉയർത്തി. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ പേർഷ്യൻ ഗവർണർ യഹൂദജനത്തിന്റെ അരികിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എസ്രാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. ഈ പേർഷ്യൻ ഗവർണർ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരാണ് നിങ്ങൾക്ക് ആലയം പണിയുവാൻ കൽപ്പന നൽകിയത്? ആരെല്ലാമാണ് ഇതിന് നേതൃത്വം നൽകുന്നവർ? നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങൾ നമുക്കെതിരെയും വന്നേക്കാം. ഞങ്ങൾ യഹൂദന്മാരാണ്, ഇത് ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ അവകാശമുള്ള ഭൂമിയാണ്, ഞങ്ങൾ അടിമത്തത്തിൽ നിന്നും തിരികെ വന്നിരിക്കുന്നത് കോരേശ് രാജാവിന്റെ അധികാര പത്രത്തോടു കൂടെയാണ്. ഇവിടെ ആലയം പണിയുവാനും ഞങ്ങൾക്ക് അധികാരവും അവകാശവും ഉണ്ട് എന്ന് യഹൂദജനം സമർത്ഥിക്കുന്നതിന് മുൻപേ അവർ അവരുടെ ഐഡന്റിറ്റി പ്രഖ്യാപിക്കുന്നുണ്ട്. എസ്രാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം വചനം: ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവന്റെ ശുശ്രൂഷകരാണ്. We are the servant of the God of the heaven and earth. വിശുദ്ധ പൗലോസ് റോമായിലെ ജനത്തിനു വേണ്ടി ലേഖനം എഴുതുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: സുവിശേഷത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പസ്തോലനും യേശു ക്രിസ്തുവിന്റെ ദാസനും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ ഇത്തരം ചോദ്യങ്ങളും ഒരു മഹാപർവ്വത തുല്യമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, ഞാൻ യേശു ക്രിസ്തുവിന്റെ എളിയ ദാസനെന്ന് വെളിപ്പെടുത്തുന്നുവെങ്കിൽ, സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവന്റെ ശുശ്രൂഷകനായിരിക്കുന്നു എന്ന നിന്റെ വിശ്വാസം നീ വെളിപ്പെടുത്തുന്നുവോ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം അത് സമഭൂമിയായി മാറ്റപ്പെട്ടിരിക്കും.